രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ അല്പസമയത്തിനകം കോടതി പരിഗണിക്കും. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഊരും പേരുമില്ലാത്ത പരാതിയാണെന്നാണ് രാഹുലിന്റെ വാദം. ശ്യാം ദേവരാജും ഹരിമോഹനുമാണ് ചേരുന്നത്. ഹരി, അല്പസമയത്തിനകം തന്നെ രണ്ടാമത്തെ കേസ് പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ കേസിലെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഊരും പേരുമില്ലാത്ത പരാതി എന്നാണ് രാഹുൽ പറയുന്നത്. അതായത് ഇതിൽ മെഡിക്കൽ റിപ്പോർട്ടോ അത്തരം പരിശോധനകളോ ഇല്ല, പരാതിക്കാരുടെ മൊഴിയില്ല, അങ്ങനെയുള്ള ഒരു കേസാണ്. അത് നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം വേണം എന്നൊരു വാദമാണ് ഉയർത്തുന്നതെന്ന് അറിയാൻ കഴിയുന്നു. കേസ് എപ്പോഴാണ് പരിഗണിക്കുന്നത്? ഇന്നലെ 2:30 അഡീഷണൽ സെഷൻസ് കോടതി 7 ഈ ജാമ്യാപേക്ഷ പരിഗണിക്കും, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന. ഒരു ഉപഹർജി കൂടിയുണ്ട്. അതായത് അറസ്റ്റ് തടയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി പ്രതിഭാഗം ഉന്നയിക്കുന്നത്. അതായത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനമാകുന്നത് വരെ അറസ്റ്റ് തടയുക എന്നുള്ളൊരു ആവശ്യം തന്നെ സമാനമായി ആദ്യത്തെ കേസിന് സമാനമായി പ്രതിഭാഗം അഭിഭാഷകൻ ഉയർത്തുന്നുണ്ട്. അതായത് ഇതിനകത്ത് അവർ ഏറ്റവും പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇതിലൊരു പരാതിക്കാരി ആരാണ് എന്നുള്ള കാര്യം തങ്ങൾക്ക് അറിയില്ല. പരാതിക്കാരിയുടെ ഊരോ പേരോ ഒന്നും തന്നെ അറിയില്ല. ഒരു ഫാദർലെസ് കംപ്ലൈന്റ് എന്നുള്ളതാണ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗം എന്ന് തന്നെ പറയുന്നത്. അതായത് ഒരു പരാതി ലഭിക്കുന്നത് KPC പ്രസിഡന്റിനും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കുമാണ്. ആ പരാതി അവരാണ് പോലീസിന് കൈമാറുന്നത്. അതിജീവിത നേരിട്ട് പോലീസിന് കൈമാറിയിട്ടില്ല. മാത്രമല്ല അവർ ഇതുവരെ മൊഴി കൊടുത്തിട്ടില്ല, രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല ഈ പരാതിയിൽ സംഭവം നടന്നത് എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല. ആകെയുള്ളത് തൻ്റെ പേര് മാത്രമാണ്. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല രാഷ്ട്രീയ പ്രേരിതമാണ് ഇത്തരത്തിൽ ഓരോരോ കേസുകളായി തനിക്കെതിരെ വരുന്നത്. അതായത് ഒരു അറസ്റ്റ് ഭീതി രാഹുലിനുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുകൂടിയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഉള്ളത്. അതായത് നിരന്തരമായി തൻ്റെ പേരിൽ കേസുകൾ വരുന്നത് അത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആദ്യത്തെ കേസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കുന്നതിന് വേണ്ടി രണ്ടാമത്തെ കേസിലും FIR രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് കൃത്യമായിട്ടൊന്നും പറയുന്നില്ല എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. മാത്രമല്ല അതിൻ്റെ മറ്റു വിവരങ്ങൾ, അതായത് മറ്റേതെങ്കിലുമൊക്കെ വകുപ്പുകൾ ഉണ്ടോ എന്നുള്ളത് ആണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ അത്തരം വകുപ്പുകളൊന്നും തന്നെ ചുമത്തിയിട്ടില്ല. ആകെ ബലാത്സംഗ കുറ്റം ചുമത്തി പേരിനൊരു FIR രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുള്ളതാണ്. ഒരുപക്ഷെ പ്രോസിക്യൂഷൻ ഇതിനകത്ത് വാദിക്കാൻ പോകുന്നത് ഇങ്ങനൊരു പരാതി ലഭിച്ചു, ആ പരാതി മറ്റൊരാളാണ്, ഒരു തേർഡ് പാർട്ടിയാണ് ആ പരാതി നൽകുന്നതെങ്കിൽ പോലും അതിനകത്ത് കേസെടുക്കാൻ കഴിയും. അതിൻ്റെ തുടർ അന്വേഷണം പോലീസിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള നടപടി എന്നോണമാണ് ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തത്, FIR രജിസ്റ്റർ ചെയ്തത് എന്നുള്ള വാദമായിരിക്കും പ്രോസിക്യൂഷൻ ഇതിനകത്ത് ഉയർത്താൻ പോകുന്നത്. പക്ഷേ ഇതിനകത്ത് എന്തായാലും ആദ്യ കേസിൽ ലഭിച്ചിട്ടുള്ള അറസ്റ്റ് തടയൽ എന്നുള്ള ഉത്തരവ് അത് ഇവിടെ ചൂണ്ടിക്കാണിക്കും. അഡീഷണൽ സെഷൻസ് കോടതിയിലും ഇപ്പോൾ പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഹൈക്കോടതി തൻ്റെ ആദ്യ കേസിലെ വാദം മുഖവിലേക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ കേസിലും അത്ര പോലും പ്രാധാന്യമില്ലാത്ത, അത്ര പോലും വിവരമില്ലാത്ത രണ്ടാമത്തെ കേസിലും തൻ്റെ അറസ്റ്റ് തടയണം എന്നുള്ള ആവശ്യം തന്നെയാണ് രാഹുൽ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനകത്ത് SIT നേരിടുന്ന ഒരു പ്രതിസന്ധിയും അത് തന്നെയാണ്. കാരണം ഇതുവരെ അങ്ങനെ ഒരു മൊഴി രേഖപ്പെടുത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് ചില ആശങ്കകൾ അതിജീവിത പങ്കുവെച്ചത് കൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും വൈകുന്നത്. അതുകൊണ്ട് അതിജീവിതയെ എത്രയും പെട്ടെന്ന് ഈ മൊഴി നൽകാൻ വേണ്ടി തയ്യാറാക്കുക എന്നുള്ളതാണ് SITക്ക് മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 2-3 ദിവസത്തിനുള്ളിൽ ആ മൊഴി രേഖപ്പെടുത്താൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഇത്ര പെട്ടെന്ന് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഇപ്പോൾ ഇവർ നോക്കിക്കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ആദ്യത്തെ അറസ്റ്റ് തടയൽ ഉണ്ടാകുന്നു ഹൈക്കോടതിയിൽ നിന്ന്. അതിന് തൊട്ടു പിന്നാലെ അപ്പോൾ തന്നെ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നു, അറസ്റ്റ് തടയാൻ വേണ്ടി ഉപഹർജി നൽകുന്നു. അപ്പോൾ അത്തരത്തിൽ ചടുല വേഗത്തിലാണ് ഈ രാഹുലിന് വേണ്ടി അഭിഭാഷകർ കരുക്കൾ നീക്കുന്നത് എന്നുള്ളതാണ്. തൽക്കാലം രാഹുൽ പുറത്തു വരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ കൂടി തീരുമാനമായ ശേഷം മാത്രമായിരിക്കും പൊതുജന മധ്യത്തിലേക്കോ പോലീസിന് മുന്നിലേക്കോ ഒക്കെ തന്നെ രാഹുൽ വരിക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പുറത്തു വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ഏറെക്കുറെ ഉറപ്പാണ് എന്നുള്ളതാണ് രാഹുലിനെ സംബന്ധിച്ച് നിയമോപദേശം ലഭിച്ചിട്ടുള്ളത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൃത്യമായി ഇത്തരം വിവരങ്ങളൊക്കെ തന്നെ രാഹുലിൽ എത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വേഗം ഇതിന് കൈവരുന്നതും. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് രണ്ടാമത്തെ ഹർജിയും സമർപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു കാണേണ്ടുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് സെഷൻസ് കോടതിയിൽ ഇന്നിപ്പോൾ മജിസ്ട്രേറ്റ് അവധിയാണ്. അതുകൊണ്ട് തന്നെ അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് ഈ ഹർജി വരികയും അത് പരിഗണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതിനെ എങ്ങനെയാണ് കോടതി ഈ മുന്നോട്ട് വെച്ചിട്ടുള്ള വാദങ്ങൾ, രാഹുൽ മുന്നോട്ട് വെച്ചിട്ടുള്ള വാദങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആദ്യത്തെ കേസിൽ അത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു എന്നതടക്കമുള്ള വിശദമായ വിവരങ്ങളിലേക്ക് രാഹുലിന് കടക്കേണ്ടി വന്നു ഈ അറസ്റ്റ് തടയുന്നതിന് വേണ്ടി. പക്ഷേ
പക്ഷേ രണ്ടാമത്തെ കേസിൽ അത്രത്തോളം ആവശ്യം വരുന്നില്ല. അവിടെയുള്ളത് ഈ പരാതിയിൽ ഉള്ള വീഴ്ചകൾ, പാളിച്ചകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ പരാതിക്ക് ഒരു നാഥനില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട്, നാഥനില്ല എന്നുള്ളതാണ് ആ പരാതിയെക്കുറിച്ച് ഈ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ സ്പെസിഫിക് ആയി ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ആകെയുള്ളത് രണ്ട് പേരുകളാണ്. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ, മറ്റൊന്ന് ഫെനി നൈനാൻ. അപ്പോൾ ഈ പേരുകൾക്ക് അപ്പുറത്തേക്ക് സംഭവം നടന്നതിൻ്റെ മറ്റു വിവരങ്ങൾ, ഡേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ, സംഭവം നടന്ന സ്ഥലം അടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ പരാതിക്കാരുടെ പേരടക്കം ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പോലീസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അതിവേഗത്തിൽ തനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് എന്നുള്ളൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ രാഹുൽ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വാദമുഖങ്ങളെ എങ്ങനെയാണ് കോടതി നോക്കിക്കാണുക എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ അറിയാൻ കഴിയും. 2:30 കേസ് വിളിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഇന്നിപ്പോൾ കേസ് പരിഗണിച്ച് ഒരുപക്ഷെ അറസ്റ്റ് തടഞ്ഞ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കാനോ അല്ലെങ്കിൽ അറസ്റ്റ് തടയാതെ തന്നെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനോ ഉള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. വിനീത, ശരി, ഞാൻ ശ്യാം ദേവരാജിലേക്ക് കൂടി പോവുകയാണ്. ശ്യാം, ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് താൽക്കാലികമായെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമുണ്ടാവുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാത്രമേ ഇനി ആദ്യത്തെ കേസ് പരിഗണിക്കുകയുള്ളൂ, അതിലെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ സെഷൻസ് കോടതി രണ്ടാമത്തെ കേസിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദങ്ങൾ നിരത്തുകയായിരിക്കും രാഹുലിന്റെ അഭിഭാഷകൻ ചെയ്യുക, അല്ലേ? വിനിത വേണു, ഇത് രണ്ടാമത്തെ കേസ്. നേരത്തെ ഹരിമോഹൻ സൂചിപ്പിച്ചത് തന്നെയാണ്. രണ്ടാമത്തെ കേസിൽ ഒരു KPCC അധ്യക്ഷന് ലഭിച്ച ഒരു യുവതിയുടെ പരാതി, 23-കാരിയുടെ പരാതി, ഇത് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുന്നു. സംസ്ഥാന പോലീസ് മേധാവി അത് SITക്ക് കൈമാറുന്നു. പക്ഷേ അതിൽ ആ പരാതിയുടെ ഉള്ളടക്കം നമ്മളും കണ്ടതാണ്. അതിൽ ഈ ബലാത്സംഗം ചെയ്തു എന്നും അത് ഒരു ഹോം സ്റ്റേയിൽ എത്തിച്ച് ചെയ്തു എന്നതും അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഒരു പരാതിയിൽ സ്വാഭാവികമായും പല കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട്. അതൊരു അനിവാര്യമായ ഘടകമാണ്. കാരണം ഇത് എപ്പോൾ സംഭവിച്ചു, എവിടെ വെച്ച് സംഭവിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. ഇത് ഈ അനോണിമസ് ആയിട്ടുള്ള ഒരു പരാതിയാണ്, അല്ലെങ്കിൽ അതിജീവിതയുടെ പേര് അതിൽ മേൽ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അത് അക്കാര്യം ക്രൈംബ്രാഞ്ചിന് അറിയാമെന്ന കാര്യം ആ പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഒരു ഗൗരവതരമായ കുറ്റകൃത്യത്തിന്മേൽ ഒരു പരാതി ലഭിച്ചാൽ അതിന്മേൽ എത്രയും വേഗം FIR രജിസ്റ്റർ ചെയ്യുക എന്നതാണ് സുപ്രീം കോടതിയുടെ അടക്കം മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സംസ്ഥാന പോലീസിന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ചെയ്യാനുള്ളത്. അതവർ ചെയ്തു. അങ്ങനെ FIR ചെയ്തു. അതിന്മേൽ ഇനിയും നടപടിക്രമങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട്. അതായത് അതിജീവിതയുടെ മൊഴി ആദ്യം അന്വേഷണ സംഘം രേഖപ്പെടുത്തുക, തുടർന്ന് അത് പ്രത്യേകം ഈ രഹസ്യമൊഴി എടുക്കുക, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് മൊഴിയെടുക്കുക, മൊഴി രേഖപ്പെടുത്തുക. ആ മജിസ്ട്രേറ്റിന്റെ മൊഴി അനുസരിച്ച് കൂടുതലായി എന്തെങ്കിലും കേസുകൾ, കൂടുതലായി എന്തെങ്കിലും വകുപ്പുകൾ കൂട്ടിച്ചേർക്കാനുണ്ടോ എന്ന കാര്യം പരിശോധിക്കുക. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സാഹചര്യ തെളിവുകൾ അല്ലെങ്കിൽ മറ്റ് പ്രാഥമികമായ അന്വേഷണങ്ങൾ, കൂടുതൽ സാക്ഷിമൊഴികൾ ഒക്കെ എടുക്കുക. അങ്ങനെ ഒരു അന്വേഷണത്തിലേക്കൊക്കെ ഒന്നുകൂടി പോവുകയാണ്. ഹരി, കഴിഞ്ഞ ദിവസം അവിടെ സെഷൻസ് കോടതിയിൽ അടച്ചിട്ട മുറിയിലായിരുന്നു വാദങ്ങളെങ്കിൽ ഇന്നിപ്പോൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കും. സെഷൻസ് കോടതി, അഡീഷണൽ സെഷൻസ് കോടതി 7 പരിഗണിക്കുന്നത് മുൻകൂർ ജാമ്യ ഹർജി, അല്ലേ? അത് പിന്നെ ഇത് അഡീഷണൽ സെഷൻസ് കോടതി 7 പരിഗണിക്കുന്നത്, അതും തുറന്ന കോടതിയിൽ. കാരണം ഇത് അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കണമെന്നുള്ള ആവശ്യം പ്രോസിക്യൂഷനോ പ്രതിഭാഗമോ ഉന്നയിച്ചിട്ടില്ല. അതിന് ഏറ്റവും പ്രധാന കാര്യമെന്ന് പറയുന്നത് ഇതിൽ സ്വകാര്യത ഒരു പ്രശ്നമാകുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് പരാതിക്കാരി ആരാണെന്നറിയില്ല. അതുമാത്രമല്ല, അതിന് പരാതിക്കാരിയിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ അവരെ തിരിച്ചറിയാൻ പാകത്തിനുള്ള ഒരു വിവരങ്ങളും തന്നെ പരാതിയിലുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ തുറന്നിട്ട കോടതിയിൽ അത് കേൾക്കുമ്പോൾ അവിടെ സ്വകാര്യതയുടെ പ്രശ്നം വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തുറന്ന കോടതിയിൽ കേൾക്കാനാണ് തീരുമാനമെന്ന് പറയുന്നു. 2:30 ഈ അപേക്ഷ പരിഗണിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ശ്യാം അടക്കം സൂചിപ്പിച്ചിട്ടുള്ള ഈ വിഷയങ്ങൾ, അതായത് ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ആ അവ്യക്തതയാണ് ഇതിൽ പ്രതിഭാഗം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്ത് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതുവരെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അപേക്ഷയിലടക്കം അതാണ് പറയുന്നത്. അതായത് ഈ അപേക്ഷ, ഈ പരാതി, അതായത് നേരത്തെ KPCC പ്രസിഡന്റിന് ലഭിച്ചിട്ടുള്ള പരാതിയിൽ പറയുന്ന ഒരു കാര്യങ്ങളിലും ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. മാത്രമല്ല അതിൽ പറയുന്ന അതേ വാചകങ്ങൾ തന്നെ FIRലും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ കൂടുതൽ അപ്പുറത്തേക്ക് പോലീസിന് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നു. അല്ലെങ്കിൽ അതാണ് പ്രതിഭാഗം ഉയർത്തുന്ന ഒരു വാദഗതികൾ. വിനീത.